മോട്ടറോളയുടെ മോട്ടോ G35 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ G35 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ മോട്ടോ G35 5Gയിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1000 നിറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വന്നേക്കാം. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെ വന്നേക്കാം എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പ്രത്യേകിച്ച് ഒരു 5G ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണി SoC T760 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് യൂണി SoCയുടെ ഒരു 5G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. അപ്പോൾ 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയായിരിക്കും ഇത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരും. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യും. 3.5 ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസായിട്ടുള്ള ഹെലോയോ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. പിന്നെ 8 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അപ്പം 10,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വന്നേക്കാം. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള തിരക്കുകളില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും വരുന്നതായിരിക്കും. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 10 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിൻ്റെ വില 10,000 രൂപയ്ക്ക് താഴെയായിട്ട് വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം 10,000 രൂപയ്ക്ക് താഴെ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിങ്ങും ആയേക്കാം. 10,000 to 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. G34ൻ്റെ സക്സസറായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ആ ഒരു ഫോൺ ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് അവൈലബിൾ ആണ്. അപ്പം 10,000-11,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ G35 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.